വെറുതെ സീൻ മോനെ ആ സീൻ മോനെ വെറുതെ സീൻ മോനെ മുട്ടാ നിങ്ങളുടെ സീൻ മോനെ വെറുതെ സീൻ മോനെ പഞ്ഞിക്കിറ സീൻ ചുമ്മാ പിന്നിക്കളയു സീൻ തൊട്ടാ വെട്ടിക്കളയു സീൻ വിട്ടോ വിട്ടോ മോനെ സീൻ വിട് ടീം വിട് ടൂൾ and let the fight begin yeah yeah this is RDX this is RDX വെറുതെ സീൻ മോനെ ആ സീൻ മോനെ വെറുതെ സീൻ മോനെ മുട്ടാ നിങ്ങളുടെ സീൻ മോനെ ചിരിപ്പ് താളം നടപ്പ് താളം പെൺവഴക്കടിച്ചാലതും താളം പെൺമോടിയിൽ മനസ്സ് മറിക്കും താളം പെണ്ണോടിടയും മുളതപതാളം എല്ലാം പറന്നു പോയി പുഞ്ചക്കണ്ടം തന്നിലിരുന്ന് കൊത്തിട്ടും പറക്കിട്ടും തിന്നുന്ന കൊക്കെ തികുതയാതിലൊരു തവിട്ടുപൊക്ക വെള്ളപ്പൊക്ക അതിനോട് നമുക്കിപ്പോ പോകണം വലിയൊരു മരത്തിന്മേൽ വലിയൊരു മരത്തിന്റെ ചെറിയൊരു ശാഖയിൽ വലുപ്പത്തിൽ Remember that future is all I can see. Remember that future is all I can see. Remember that future is all I can see. Remember that future. കൊക്കെല്ലാം പറന്നു പോയി പുഞ്ചക്കണ്ടം തന്നിരുന്ന് കൊത്തിട്ടും പറക്കിട്ടും തിന്നുന്ന കൊക്കെ തികുതയാതിലൊരു തവിട്ടുപൊക്ക വെള്ളപ്പൊക്ക അതിനോട് നമുക്കിപ്പോ പോകണം വലിയൊരു മരത്തിന്മേൽ വലിയൊരു മരത്തിന്റെ ചെറിയൊരു ശാഖയിൽ വലുപ്പത്തിൽ കൂടും വെച്ചിരിക്കും കൊക്കെ തികുതേ Super. Congrats, super dancers, super performance. Wow. Judges, എന്തോ എങ്ങനെയുണ്ട് നമ്മുടെ ഓപ്പണിംഗ്? ഞെട്ടിപ്പോയില്ലേ സൂപ്പർ അല്ലേ? ഞാൻ കംപ്ലീറ്റ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞെട്ടിപ്പോയി. ഒന്നും പറയാനില്ല. ഇവർക്ക് എല്ലൊക്കെ ഉണ്ടോ? ഉണ്ട് സർ. പരിശോധിക്കണം. മൊത്തം റബ്ബറാണ്. റബ്ബർ വെച്ചല്ലേ റബ്ബറല്ലാണോ ഉള്ളത്? വണ്ടർഫുൾ. ഒരു നിവർത്തിയില്ല. എന്റെ അമ്മേ. ആൻഡ് ഇന്ന് നമ്മളുടെ ഈ സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ വേദിയിൽ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടെ ഉണ്ട്. ആൻഡ് ഇറ്റ്സ് ഡിജെ നന്ദിനി. നൈസ്. നന്ദിനി യു റോക്ക്. താങ്ക് യു. നന്ദിനി പൊളിച്ചു. താങ്ക് യു. ഓക്കെ, അപ്പൊ ഇന്ന് ന്യൂ ഇയർ നമ്മൾ അടിച്ചു പൊളിക്കും. അയ്യോ ഒരു മിനിറ്റ് ഇതെന്നെ നിങ്ങൾ ഫസ്റ്റ് കാണിക്കുന്നല്ലേ? ഒരു മിനിറ്റ്, ഷെയ്ഡ്സ് വെക്കാതെ ഞങ്ങൾ DJs ഒന്നും ചെയ്യാറില്ല അല്ലേ? ഓ സോറി. നന്ദിനി, അപ്പൊ നമ്മൾ ഈ ഡിസംബർ 31 പൊളിക്കും. പിന്നല്ല. ഒരു DJ അനുഭവിക്കുമ്പോൾ ഞാനും ഒന്ന് ഷെയ്ഡ്സ് വെക്കട്ടെ. ഓഹോ അങ്ങനെ. DJ നന്ദിനി you rock man. Thank you Manjari. I love you. അണ്ണാച്ചി നമുക്ക് പോയി കാപ്പ് കൊടുത്തിട്ട് വരാം. അതാ നല്ലത്. വല്ല പരിപ്പോടെ എന്തെങ്കിലും നിങ്ങളൊന്ന് സൈഡാവാം. അല്ല ബൈ ദ വേ എന്റെ പേര് നന്ദിനി എന്നാണെങ്കിലും എന്റെ DJ നെയിം ആട്ടക്കാരി എന്നാണ്. അങ്ങനെ വിളിക്കണം പ്ലീസ്. DJ ആട്ടക്കാരി. യെസ്. ഓക്കേ, അപ്പൊ we have DJ ആട്ടക്കാരി on Superstar Senior. Thank you. Super orchestra. Oh wow.
സൂപ്പർ ഓർക്കസ്ട്ര. ഗുഡ് ഈവനിങ് എവ്രിവൺ. അപ്പൊ ഇന്ന് സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ ഈ വേദിയിൽ ആഘോഷങ്ങളുടെ രാവാണ്. കാരണം ഇന്ന് ഡിസംബർ 31. ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് ന്യൂ ഇയർ, അടുത്ത 2026 ആവാനായിട്ട്. അപ്പൊ സൂപ്പർ സ്റ്റാർ സീനിയറിലെ ഇത് ലാസ്റ്റ് എപ്പിസോഡാണ് ഈ വർഷത്തെ. 2025 ലാസ്റ്റ് എപ്പിസോഡാണ് ഇന്ന്. കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഇനി നമ്മളെല്ലാവരും, ലോകം മുഴുവൻ നമ്മൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞങ്ങൾ ഇവിടെയും സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ ഈ വേദിയിലും നമ്മള് ന്യൂ ഇയർ ആഘോഷിക്കാൻ പോവാണ്. റെഡി അല്ലേ? അപ്പൊ എല്ലാ പ്രേക്ഷകർക്കും ആദ്യം തന്നെ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ വിഷസ് അറിയിക്കാണ്. ഇനി ആ 12 മണിയാകുമ്പോ ഞങ്ങൾ എല്ലാരും കൂടെ ശരിക്കും ന്യൂ ഇയർ അങ്ങ് വിഷ് ചെയ്യും അല്ലേ? അപ്പൊ ജഡ്ജസ് അടിച്ച് പൊളിക്കാനോ? കാണാൻ പോകണ പൂരം പറയണോ? വേണ്ട, കണ്ടോ? അപ്പൊ എന്തായാലും ഡിസംബർ 31 ആണ്. ന്യൂ ഇയർ സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഒരൊറ്റ കോമ്പറ്റീഷനിൽ ഒരു പെർഫോമൻസ് കൂടെ നമുക്ക് ബാക്കിയുണ്ട്. അപ്പൊ നമുക്ക് അപ്പൊ നമുക്ക് ആ ഒരു പെർഫോമൻസ് അങ്ങ് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ അങ്ങ് തകർക്കാം. ഇന്നത്തെ എപ്പിസോഡില് നമുക്ക് ആ ലാസ്റ്റ് പെർഫോമൻസ് നമ്മുടെ രാജാ സാറിന്റെ ഒരു പാട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ രാഹുലാണ് വരാൻ പോകുന്നത്. സോ ലെറ്റ്സ് വെൽക്കം രാഹുൽ. എൻ ഇനിയ പൊന്നിലാവേ പൊന്നിനവിലെൻ കനാവേ നിലവിലെ പുതുസുഖം ദരരത്തര തുടരുതേ ദിനം ദിനം ദരരത്തര എൻ ഇനിയ പൊന്നിലാവേ പൊന്നിനവിലെൻ കനാവേ பன்னீரை தூவும் மழை ஜில்லென்ற காற்றின் அலை சேர்ந்தாடும் இந்நேரமே என் நெஞ்சில் என்னென்னமோ வண்ணங்களாடும் நிலை என் ஆசையும் நோரமே வெண்ணீலவானில் அதில் என்னென்ன மேகம் ஊர்கோலம் போகும் அதன் உள்ளாடும் தாகம் புரியாதோ என்னமே அன்பே என் இனிய பொன்னிலாவே பொன்னினவிலென் கனாவே நினைவிலே புது சுகம் தரரத்தர தொடருதே தினம் தினம் தரரத்தர என் இனிய பொன்னிலாவே பொன்னினவிலென் கனாவே பொன்மாலை நேரங்களே என்னின் வராகங்களே பூவான கோலங்களே தென்காற்றின் இன்பங்களே தேனாடும் ரோஜாக்களே என்னென்ன ஜாலங்களே கண்ணோடு தோன்றும் சிறு கண்ணீரிலாடும் கை சேரும் காலம் அதை என் நெஞ்சம் தேடும் இதுதானே என் ஆசைகள் அன்பே
ഇനിയ പൊന്നിലാവേ പൊന്നിനവിലൻ കനാവേ നിലവിലെ പുതുസുഖം തരരത്തര തുടരുതേ ദിനം ദിനം തരരത്തര എൻ ഇനിയ പൊന്നിലാവേ പൊന്നിനവിലൻ കനാവേ ദൂരുരുരു. രാഹുൽ, എന്താണ് സൗണ്ടിലൊക്കെ വേറൊരു മോഡുലേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ? ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു പാട്ട് സ്റ്റേജിൽ പാടുന്നത്. അപ്പം പാടി. ഓക്കെ, ചോദിക്കാം നമുക്ക്. രാഹുൽ സാറേ നന്നായിരുന്നു മോനെ. താങ്ക് യു സാർ. രസമുണ്ടായിരുന്നു കേൾക്കാൻ. കാരണം ഒരു റെയർ കമ്പോസിഷനാണ് രാജാ സാറിൻ്റെ. അയ്യോ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ആ താളത്തിൽ നിന്നുകൊണ്ട് ദാസേട്ടൻ അപാരമായിട്ട് പാടിയിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് മോൻ പാടിയപ്പോൾ ഒരു SPBയുടെ സ്റ്റൈലും കൂടെ വന്നോ എന്ന് എനിക്കൊരു സംശയം തോന്നി. അതൊക്കെ ചില ഭാഗങ്ങൾ. പല്ലവി നന്നായിരുന്നു, ചരണം ഇഷ്ടപ്പെട്ടു, അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. അനുപല്ലവിയിലാണ് കുറച്ച് പ്രശ്നങ്ങൾ. ആ പന്നീരെ ഇന്ന് തുടങ്ങുന്നില്ലേ, അതുകൊണ്ട് വെടിവെച്ച പോലെ ഇരുന്നു. അതൊന്ന് തോന്നിയോ? ഒന്ന് സോഫ്റ്റ് ആയിട്ട് മതി. അത് എങ്ങനെയായിരിക്കും തുടങ്ങുന്നത് ഉദ്ദേശം? പന്നീரை തൂവും മഴை ജില്ലെன்ற കാற்றின் അலை. അത്രയും മതി. അത് നല്ല സുഖമുണ്ട്. പിന്നെ വെണ്ണീല വാനിൽ, അവിടാണ് അതിലെന്നെ മോഹ. അവിടെ തൊട്ട് അൻപേ നന്നായിരുന്നു. അതുവരെയുള്ള പോർഷൻ ഒന്ന് പാടണം. വെണ്ണീലവാനിൽ അതിൽ എന്നെന്ന മേഘം ഊർഗോലം പോകും അതിനുള്ളാടും ദാഹം പുരിയാതോ എന്നമേ അൻപേ. ഇത് പാടിയപ്പോൾ ഇത്ര പെർഫെക്ഷൻ വന്നില്ല. ഒരു അവിടെയൊക്കെ കുറച്ച് ഒരു അവിയൽ പോലെ ആയിപ്പോയി. കുഴപ്പമില്ല, എന്നാലും സംഭവം നന്നായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഓർക്കസ്ട്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് നമ്മൾ പാട്ട് നിന്നുപോയെന്നൊക്കെ തോന്നും. അത് കഴിയുമ്പോഴാണ് ആ ബീജിയം വയലിൻസിൻ്റെ ഒരു കംപ്ലീറ്റ് ഫ്ലറിഷ് ചെയ്തിട്ടുണ്ട്. ഒരു ബ്യൂട്ടിഫുൾ ബീജിയം, തേർഡ് ബീജിയം. അപ്പോൾ എന്തായാലും 2026 ഒരുപാട് സ്റ്റുഡൻസ് ഒക്കെ വരട്ടെ, നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാവട്ടെ, ഉയർച്ചയിലോട്ട് മുന്നേറട്ടെ. താങ്ക് യു സർ. ഗുഡ് ലക്ക്. താങ്ക് യു സർ. ഓക്കെ, ശരത് സർ. രാഹുൽ സാർ, അതിമനോഹരമായിട്ടുള്ള ഒരു കോമ്പസിഷൻ രാജാ സാറിൻ്റെ, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പസിഷൻ. അതിൻ്റെ ഗ്രൂവ് വെരി ട്രിക്കി. അതേ പറയാനുള്ളൂ ഈ ഒരു കോമ്പസിഷനും. അത് മനസ്സിലാക്കി പാടണം. സത്യത്തിൽ ആദ്യമായിട്ടാണ് ഒന്ന് ദാസേട്ടൻ ഇങ്ങനെ ഈ ഒരു ടൈപ്പ് പാട്ട് പാടുന്നത്. അതിമനോഹരം, ബ്യൂട്ടിഫുൾ, നന്നായിട്ട് പാടി. ഇതിൽ കുറച്ചും കൂടെ എന്താ പറയണ്ട, ഒരു ഒന്ന് ശ്രുതി കൊടുക്കുവോ? ഈ തുടക്കം എൻ ഇനിയ പൊൻ നിലാവേ പൊൻ നിனைவிலே കനാവേ നിனைவிலே പുതു സുഖം അതാ വേണ്ടത്. എന്നിട്ട് അന്ന് പാടിയ കാര്യമല്ലേ ഒരു വെള്ളി പോരട്ടെ ചെറിയ തോതില്. നിனைவிலே പുതു സുഖം അതല്ല, അതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. അത് ചുമ്മാ ആർട്ടിഫിഷ്യലായിട്ട് പാട്ട് കാര്യമില്ല. അത് നമുക്ക് ഫീൽ ചെയ്ത് പാടുമ്പോൾ അതിനൊരു ഗുണമുണ്ടാവും. പിന്നെ ഇപ്പൊ അണ്ണം പറഞ്ഞത് അതിനൊക്കെ കുറച്ചും കൂടെ ഈ എന്താ പറയണ്ട, ഒരു ചുമ്മാതല്ലാണ്ട് ഒരു കുറച്ചും കൂടെ ഫീൽ ആകാൻ തോന്നി. ഇപ്പൊ ഈ പന്നീரை തൂവും മഴை ജില്ലെன்ற കാറ്റിൻ അலை തീരാരിരേ നനേ നീരാരിരേ നേരമേ. എല്ലാം ആ ജോണറാണ്. ഈ ആ കിണുക്ക് സംഗതികളാണ് മൊത്തം. ദാനീനാര ദരിനീനാന ദീനാനത്താനി അതനുള്ളാടും ദാഹം പുരിയാതോ എണ്ണമേ അൻപേ എൻ ഇനിയ പൊൻ നിലാവേ. ആ ഒരു ഡ്രഗി ഫീല് വേണം അതില് കേട്ടോ. അത്രേ ഉള്ളൂ. എന്തൊക്കെയാലും കുറേ സന്തോഷം. പിന്നെ നമ്മുടെ കോറസ് വളരെ മനോഹരമായിരുന്നു.
പക്ഷെ നിങ്ങൾ അങ്ങനെ വേണം പാടാൻ. അല്ല 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 എന്ന് പാടരുത്. അതല്ല വേണ്ടത്. ആ രാഹുലേ, സാറേ അത്രേ ഉള്ളു ചക്കരെ. ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. താങ്ക് യു സാർ. താങ്ക് യു സർ. ചേച്ചി രാഹുൽ മാഷ് ചേച്ചി നന്നായിരുന്നു. താങ്ക് യു. ഒന്നാമത് ഈ പാട്ട് ഒരു ഒന്നൊന്നര പാട്ടാണ്. നമ്മുടെ പ്രിയപ്പെട്ട ബേസ് വായിച്ച നമ്മുടെ ഉണ്ണീസ് സൂപ്പർ. എന്താണോ പാട്ടിന്റെ ഇടയിൽ അതാക്ക് വരുമ്പോൾ ആ ബേസ് ലൈൻസ് വരുമ്പോൾ എന്താ ബ്യൂട്ടിയാണല്ലേ. ഞാൻ ശരിക്കും പാട്ട് കേൾക്കുമ്പം ഇവിടെ ഞങ്ങൾക്ക് ഈ രോമാഞ്ചമാണ് ശരിക്കും. അവിടെ എഴുന്നേറ്റ് പോയി രാജാ സാറിന്റെ കാലിൽ പോയി വീഴാൻ തോന്നും. അത്രമാത്രം മനോഹരം. മൈ ഗോഡ്, എന്താ കോമ്പോസിഷൻ. രാജാ സാർ ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപും ഞങ്ങൾ സാറിനെ ഓർക്കുകയാണ്. സാറിന്റെ ഗാനങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ കാതുകളിൽ. പിന്നെ രാഹുൽ നന്നായി പാടി. സാർ പറഞ്ഞ അതേ പോയിന്റ്. സാർ പാടുമ്പോൾ അതിന്റെ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ? അതെന്താന്ന് വെച്ചാല് നമുക്ക് ഒരു പാട്ട് തരുമ്പം അത് പാട്ടായിട്ട് പാടാം, പക്ഷെ അതിനൊരു സ്റ്റൈലുണ്ട്. എല്ലാ പാട്ടിനും ഒരു സ്റ്റൈലുണ്ട്. അപ്പൊ അത് പ്രത്യേകിച്ച് ഇപ്പൊ രാജാ സാർ ഇത് ചെയ്യുമ്പം അദ്ദേഹം എന്തായാലും അത് എംഫസൈസ് ചെയ്യും അതിന്റെ മേലെ. അത് ആ ഒരു സ്റ്റൈലിൽ പാടണമെന്ന്. ദാസങ്കള് എന്തൊക്കെ ടൈപ്പ് പാട്ടുകൾ പാടിയിട്ടുണ്ട്. അദ്ദേഹം പല വിധത്തിലുള്ള പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ട് വന്നൊരു പാട്ടാണ്. പിന്നെ ഇതിൽ ഈ കോമ്പോസിഷനിലുള്ള അതിൻ്റെ റിതമിക് പാറ്റേൺസ് പോകുന്നത് ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ്. നമുക്കത് കേൾക്കുമ്പോൾ അത് ആദ്യം പാടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് തലയിൽ കയറണ്ടേ. പിന്നെയാണ് ആ പാട്ട് കേട്ട് വരുമ്പോഴാണ് നമുക്കത് അതിൻ്റെ ആ ഒരു സോളിലേക്ക് നമ്മൾ വീഴുന്നത്. അപ്പോൾ ആ ഒരു ബ്രില്യൻറ്റ് കോമ്പോസിഷനാണ്. ഈ കോമ്പോസിഷൻ ഇരിക്കുന്നു വലിയൊരു കയ്യടി. രാഹുൽ ഫാന്റാസ്റ്റിക് സെലക്ഷൻ. ഉഗ്രൻ വോയിസ് ആണ്. രാഹുൽ വന്ന ഫസ്റ്റ് ഡേ ഞാൻ പറഞ്ഞാണ് ഉഗ്രൻ വോയിസ് ആണ്. ഒരു മാൻലി വോയിസ് ആണ്. ആ വോയിസിനെ ഇതുപോലെ ആക്കി ഇതിന് സ്റ്റൈലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കിടിലമായിരിക്കും. അതും കൂടെ ഒന്ന് ട്രൈ ചെയ്യും. അല്ലാതെ ദ സോങ് വാസ് വെരി ഗുഡ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗോഡ് ബ്ലെസ് യു. ചേച്ചി ഈ വർഷം കഴിയാറായി. കുറച്ച് മണിക്കൂറുകളേ ഉള്ളൂ. ചേച്ചിയുടെ ഓർമ്മകൾ എന്തെങ്കിലും നമുക്കൊന്ന്. അല്ലാതെ ഓർക്കുന്നു, ഞാൻ പല ഓർമ്മകളും ഉണ്ട് എനിക്ക്. ഒന്ന് ഓർത്ത് നോക്ക് ചേച്ചി. ഞാൻ സർ ഇതുപോലെ ഒരു കോമ്പോസിഷൻ ഒരു പാട്ട് ഞാൻ വിനോദയാത്ര എന്ന് പറഞ്ഞ പടത്തില് കയ്യെത്താകുമ്പത്തോ കണ്ണെത്തണം എന്ന് പറഞ്ഞൊരു പാട്ട്. അപ്പൊ അത് ബ്യൂട്ടിഫുൾ പിയാനോ ബാക്കിംഗ് ആണ് സാറ് ചെയ്തത്. അപ്പൊ നമ്മള് പാട്ട് പഠിച്ചു കഴിഞ്ഞ് പാട്ട് പഠിക്കുമ്പോൾ കയ്യെത്താകുമ്പത്തോ കണ്ണെത്തണം കണ്ണെത്താ ദൂരത്തോ ചെന്നെത്തണം. പ്രഭാകർ സാർ വയലിൻ വായിക്കുന്ന പ്രഭാകർ സാറിന്റെ സാറാണ് പാട്ട് പഠിപ്പിച്ചു തന്നത്. ആദ്യം സുന്ദരരാജൻ സാറായിരുന്നു. അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് നമ്മുടെ പ്രഭാകർ സാർ പഠിപ്പിക്കുന്നത്. അപ്പോൾ സാറ് ഈ പാട്ടൊക്കെ എഴുതി നമ്മൾ രാവിലെ ചെല്ലുന്നു. രാവിലെ ചെന്ന് എല്ലാ ബുക്കും പേപ്പറൊക്കെ എടുത്ത് എല്ലാം റെക്കോർഡ് ചെയ്ത് ചെറിയ ടേപ്പ് റെക്കോർഡറുണ്ട്, റെക്കോർഡ് ചെയ്ത് കേട്ടോ എന്ന് പറഞ്ഞാൽ പഠിക്കാനൊരു സമയം തരും. പക്ഷേക്ക് സാറ് വരുമ്പോഴത്തേക്ക് നമുക്ക് ടെൻഷനാണ്. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞ് അവിടെ ചെന്നപ്പോഴത്തേക്ക് സാറ് പറഞ്ഞു, ഇത് ഈ സ്റ്റൈലല്ല, ഇത് അതിന് രീതി അതല്ല. പാടുമ്പോ കയ്യെത്താ കൊമ്പത്തോ കണ്ണെത്തണം കണ്ണെത്താ ദൂരത്തോ ചെന്നെത്തണം ഇങ്ങനെ പഠിക്കാം. ചെന്നെത്തി നീ കയ്യെത്തണം കയ്യെത്തി നീ കണ്ടെത്തണം അത്തം പത്താടും മുറ്റത്തെ പൊന്മുത്ത് കയ്യെത്ത കൊമ്പത്തോ കണ്ണെത്തണം കണ്ണെത്താ ദൂരത്തോ ചെന്നെത്തണം. അപ്പൊ എനിക്ക് അതിന് ഫീൽ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ പാടിയാതെ സാർ ഇതിലെ എല്ലാ ബീറ്റ്സ് നമുക്ക് ഫീൽ ചെയ്യുന്ന ബീറ്റ്സിലെല്ലാം സ്ട്രെസ് ചെയ്യണ്ട, ഒരു സ്ട്രെസ്സും ബീറ്റ്സിൽ കൊടുക്കാണ്ടൊന്ന് പാടുമെന്ന് പറഞ്ഞു. കയ്യെത്താകുമ്പത്തോ കണ്ണെത്തണം കണ്ണെത്താ ദൂരത്തോ ചെന്നെത്തണം കയ്യെത്താകുമ്പത്തോ കണ്ണെത്തണം കണ്ണെത്താ ദൂരത്തോ ചെന്നെത്തണം ചെന്നെത്തി നീ കയ്യെത്തണം കയ്യെത്തി നീ കണ്ടെത്തണം അത്തം പത്താടും മുറ്റത്തെ പൊന്മുത്ത് കയ്യെത്താകുമ്പത്തോ കണ്ണെത്തണം കണ്ണെത്താ ദൂരത്തോ ചെന്നെത്തണം. ഇങ്ങനെ അതാണ് നമ്മൾ മനസ്സിലാക്കുന്നൊരു സംഭവവും അദ്ദേഹം ഉദ്ദേശിക്കുന്ന സംഭവവും തമ്മിലുള്ള ആ ഡിഫറൻസ്. ഇനിയും നിറയെ പാട്ടുകൾ രാജാ സാറുടെ നമുക്ക് കേൾക്കണം അടുത്ത വർഷം. എല്ലാവരും പാടട്ടെ. അതെ. ഇല്ല മഞ്ജരി, യെസ് സർ. ഞാൻ ഈ രാജാ സാറിന്റെ അടുത്ത് പ്രകാശ് രാജ് സാറിന്റെ പടത്തിൽ പാടാൻ പോയപ്പോ അത് തമിഴ് രാജാ സാറ് പാടി, എൻ്റെ കന്നഡയും തെലുങ്കും ഞാനാണ് പാടിയത്. അപ്പൊ അവിടെ പോയപ്പോ സാറ് വേറൊരു ഫിലിമിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ ചെയ്തോണ്ടിരിക്കുക, ഒരു സ്ട്രിങ് സെക്ഷൻ. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ പറയാം, സാർ എന്നാ ഞാൻ പോയിട്ട് ഒക്കാറ് ശരത്ത് സാർ എഴുതിക്കൊണ്ടിരിക്കുക, എൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്, ഇതിൻ്റെ കൂടെ എഴുതുന്നുണ്ട്. അവിടെ പിയാനോ അല്ല ഹാർമോണിയം ഒന്നുമില്ല, എല്ലാം എഴുതി കഴിഞ്ഞ്
ചേച്ചി കഴിഞ്ഞ അപ്പം തന്നെ അസിസ്റ്റൻ്റ് വന്ന് അത് കൊണ്ടുപോയി സിറോക്സ് എടുത്തുകൊണ്ട് വന്നു. ഫസ്റ്റ് വയലിൻ, സെക്കൻഡ് വയലിൻ എല്ലാം തനിത്തരാവും. അത് തനിത്തനെയായിട്ട് വായിക്കുമ്പം തന്നെ നമ്മുടെ ഇടപാട് തീരുക. ആ മെലഡി എന്താണ് സംഭവം എന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് വയലിൻ വായിക്കുമ്പോൾ അയ്യോ ഇതെന്താണ്. പിന്നെ വിയോളാസ്, ചെല്ലോ, ഡബിൾ ബേസ് എല്ലാം കൂടെ വായിച്ച് തനിയായിട്ട് വായിച്ചിട്ട് ടുഗദർ എന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടെ വായിച്ച എനിക്കറിഞ്ഞൂടാ. അത് കേട്ടിട്ട് അണ്ണാ എൻ്റെ കണ്ണീന്ന് കണ്ണീര് വരുന്ന ഞാൻ കരയുമല്ല, എൻ്റെ കണ്ണീര് വരികയാണ്. നെഞ്ചത്തൂടൊക്കെ വീണ് കരഞ്ഞ് സൗണ്ട് എന്താണത്. ആകെ 2 മിനിറ്റിൽ ഒരു സിംഫണി മൊത്തം, ഒരു മൊസാർട്ടിൻ്റെ സിംഫണി മൊത്തം കേട്ട ഫീലുണ്ട്. കാരണം അതാണ് ഇളയരാജ എന്ന് പറയുന്ന ആ മഹത് വ്യക്തിത്വം. പറയാതിരിക്കാൻ വയ്യ. രാജാ സാർ, ഞങ്ങളുടെ എല്ലാവരുടെയും ഒക്കെ ഹാപ്പി ന്യൂ ഇയർ വിഷസ്. രാജാ സാർ ഹാപ്പി ന്യൂ ഇയർ സാർ. ഹാപ്പി ന്യൂ ഇയർ. രാജാ സാറിന്റെ അടുത്ത് ഞാൻ എത്രയോ പാട്ട് പാടിയിരിക്കുന്നു. ആദ്യം മറ്റേ താമരക്കിളി പാടും. അത് അദ്ദേഹം പറഞ്ഞു തന്ന സ്റ്റൈലുണ്ടല്ലോ, അതായത് റെക്കോർഡിങ്ങിന് മുമ്പ് ഞാനും ചിത്രയും കൂടെ നിൽക്കുമ്പോൾ വന്ന് നമ്മൾ പാടിയ താമരക്കിളി പാടുന്നു തെയ് തെയ് തെയ്, ആ തെയ്യൊക്കെ ക്ലീൻ ആയിട്ട് കറക്റ്റ് ചെയ്തു. തെയ് തെയ് തകതും ഒരു വഴി ഇരുവഴി പല വഴി പിരിയും, അങ്ങനെ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു വഴി ഇരുവഴി എന്ന് പാടുമ്പോൾ പറയാം, അദ്ദേഹം പറയാം ഈ അദ്ദേഹം പാടിയതുപോലെ തന്നെ ഒരു വഴി ഇരുവഴി രണ്ടുപേരും സെയിം പാടിയാൽ മതി. അതിന് ഓരോ സ്റ്റൈലുണ്ട് അദ്ദേഹത്തിന്റെ ഓരോ പാട്ടിനും. അപ്പൊ അങ്ങനെ നിറയെ പാട്ടുകൾ അദ്ദേഹം. പിന്നെ ലാസ്റ്റില് ഈ പാട്ട് പാടിപ്പിക്കുന്ന ഫ്രണ്ടിൽ നിർത്തിയായി. ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കാം, ഇവിടെ ഞാൻ മൈക്ക് ദേണ്ട് ഇതിന്റെ ഫ്രണ്ടിൽ രാജാ സാർ, എന്നിട്ട് ഞാനൊരു പാട്ട് പാടിക്കൊണ്ടിരുന്നു. രസകരമായിട്ടൊരു കാര്യം പറയാം, അവിടെ എല്ലാവരും ഉണ്ട്. ഇപ്പം നമ്മളെ വിട്ടുപോയ ശ്രീനിവാസനുണ്ട്, സത്യനന്ദിക്കാടുണ്ട്, ഈ മറക്കുടയാലിന്റെ കാര്യം എല്ലാവരും ഉണ്ട്. എല്ലാവരും ഇരിക്കുന്നതിനിടെ ഞാൻ ഇങ്ങനെ നിൽക്കുക. അപ്പൊ എല്ലാവരും ഹെഡ്ഫോണാണ്, ആരും സംസാരിക്കരുത്. സാറിന് ഹെഡ്ഫോൺ ഉണ്ട്, എഞ്ചിനീയർക്ക് ഹെഡ്ഫോൺ ഉണ്ട്, എനിക്ക് ഹെഡ്ഫോൺ ഉണ്ട്, അവർക്കാർക്കും ഇല്ല. അപ്പൊ സാർ ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുന്നു, പാടാൻ പറയുന്നു. അപ്പം മറക്കുടയാൽ പാടിക്ക് വെറുതെ അതായത് എന്റെ അടുത്ത് ഒരു ചിരിച്ചിരിച്ചു. അപ്പം ഞാൻ മറക്കിങ്ങനായി അവസാനം. അപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് സത്യനന്ദിക്കാട് അവിടെ ഇരുന്നുകൊണ്ട് എന്താ ശ്രീകുട്ട കാണിക്കുന്നത്. രാജാ സാർ പറയുന്നത് ചിരി ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോവും, ഞാനല്ലാന്നൊക്കെ ആയി അവസാനം. ഓക്കെ, അപ്പൊ അങ്ങനെ കുറെ സ്റ്റോറീസ്. സോറി സാർ. അപ്പൊ നമുക്ക് ഈ സാറിന്റെ മാർക്കിലേക്ക് പോവാം. അതെ, ഓക്കെ. MG സാർ, എത്രയാണ് രാഹുലിന്റെ മാർക്ക്? 8.5. താങ്ക് യു സാർ. ശരത് സാർ? കറക്റ്റ്. ചേച്ചി? രാഹുൽ മാഷേ? ചേച്ചി ഓ 8.5. ഓക്കെ, സോ ടോട്ടൽ 17. സൂപ്പർ. ഓക്കേടാ. ഓക്കെ, നന്ദിനി, ഞങ്ങളുടെ ഫ്ലോറിൽ വന്നിട്ട് അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. പറയൂ, ഈ ഒരു DJ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തത് എന്തുകൊണ്ടാണ്? എത്ര വർഷമായി ഇതിനകത്ത്? ഇങ്ങോട്ട് വാ, കമോൺ. ഒരു മിനിറ്റ്, ക്ലാസ് വെച്ചില്ല. ഓ, ഗ്ലാസ് വെച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. ഈ ഗ്ലാസിനകത്താണോ എല്ലാം ഇരിക്കുന്നത്? ഗ്ലാസ്സിലാണ് DJസിന്റെ എല്ലാം ആറ്റിറ്റ്യൂഡ്. ഓക്കെ, പറയൂ, എത്ര വർഷമായി ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തിട്ട്? ഞാനിപ്പോ ഒരു 2013 മുതൽ പ്ലേ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓ, താങ്ക് യു. യെസ്. ഓക്കെ, എനിക്കൊന്നും കാണത്തില്ല, ഒരു മിനിറ്റ്. ഇതില്ലാണ്ട് പറ്റില്ല, പക്ഷെ ഒന്നും കാണുന്നില്ല. ഓക്കെ, എന്തുകൊണ്ടാണ്? ഞാനൊരു DJയോട് സംസാരിക്കാൻ വേണ്ടി കണ്ണട ഇട്ട് റെഡി ആയിരിക്കായിരുന്നു. അങ്ങ് ഇമാജിൻ ചെയ്താൽ മതി. എന്നാ ശരി, ഞാനിവിടെ ഉണ്ട്, കണ്ണാടി ഉണ്ട്. ഓക്കെ, പറയൂ, എന്തുകൊണ്ടാണ് ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തത്? സത്യം പറഞ്ഞാൽ എനിക്കൊരു ഡാൻസർ ആകണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. ഓക്കെ, അപ്പൊ ഞാൻ മറ്റേ ബാക്ക്ഗ്രൗണ്ട് ഡാൻസർ ഒക്കെ ആയിട്ട് പണ്ട് ഞാൻ കളിച്ചിട്ടുണ്ട്. ഞാനൊരു പാകിസ്ഥാനി സിനിമയിൽ ഞാൻ ഇങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്, ഡാൻസർ ആയിട്ടൊക്കെ.
Yes. സിനിമയിലോ? ഓ, great. പാകിസ്ഥാനി സിനിമ ആ. അതേതാന്ന് ഇപ്പോഴും എനിക്ക് അറിയത്തില്ല. Okay. No. പക്ഷെ വീട്ടിൽ നിന്ന് സമ്മതിച്ചില്ല ഡാൻസർ ആവാൻ. Okay. അപ്പൊ ഞാൻ വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ഞാൻ ബാക്കിയുള്ളവരെ ഡാൻസ് കളിപ്പിക്കും. അങ്ങനെ ഞാൻ DJ ആയി മാറി. ഇവിടെ വരെ എത്തി, വളർന്നു, അതെ. പന്തലിച്ചു. ഓക്കെ, അപ്പൊ ഈ പ്രൊഫഷൻ വീട്ടിൽ ഓക്കെ ആയിരുന്നു? ഇല്ല, ഞാൻ പിന്നെ അവര് പറയുന്നൊന്നും കേൾക്കാൻ പോയില്ല, ഞാനിങ്ങ് പോയി. എന്റെ ഇഷ്ടം എനിക്ക് നോക്കണ്ടേന്നല്ലേ? Okay. പോയി. പിന്നെ വേറൊരു കാര്യം, നന്ദിനി നമ്മുടെ അമൃത ടിവിയിലെ ആങ്കർ കൂടെ ആയിരുന്നു ഇല്ലേ? Yes. എന്താണ് അതൊക്കെ പറയേ, അമൃത ടിവിയുടെ ഫ്ലോറിലല്ലേ ഇപ്പൊ നിക്കുന്നേ? ഞാനിങ്ങനെ ഒറ്റയ്ക്ക് വന്നു, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ മോശമല്ലേ? എന്താ പറയൂ, എന്നോട് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ തള്ളി തരും. അമൃത ടിവിയിലെ ആ ഒരു ഷോ ഏതായിരുന്നു? ആ ഒരു എക്സ്പീരിയൻസ് പറയൂ. ഹോം മിനിസ്റ്റർ. Okay. രമേശ് പിഷാരടി ചേട്ടന്റെ കൂടെ ആ. പണ്ട് കുട്ടിയൊക്കെ കുട്ടിയായിരുന്ന സമയത്ത്, വളരെ കുട്ടിയായിരുന്നു. വളരെ കുട്ടിയായിരുന്ന സമയത്ത്, അന്ന് ഞാനും കുട്ടിയായിരുന്നു. അപ്പൊ അന്നാണ് ഞാൻ ആദ്യമായിട്ട് അമൃത ടിവിയുടെ ഫ്ലോറിൽ വന്നിട്ട് വലിയ വലിയ കഥകൾ പറയുന്നതും ആങ്കർ ചെയ്തു. ഓക്കെ, ശരത് സാർ എങ്ങനെ ഉണ്ടായിരുന്നു നന്ദിനിയുടെ DJ? ആ ആസാദ്, ഞാൻ ഉറങ്ങിയതൊന്നും അറിഞ്ഞില്ല. സാർ എങ്ങനെ ആ, തോന്നി നന്ദിനി സാർ? നന്ദിനി നന്നായിരുന്നു. സാർ, എനിക്ക് സാറിനോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിക്കൂ. ആക്ച്വലി സാറിനോട് ചെറിയൊരു കണക്ക് തീർക്കാനുണ്ട് എനിക്ക്. എന്നാ പെട്ടെന്നാവട്ടെ, ഞാനും ആ ഒരു മൂഡില്ല. അയ്യോ, ന്യൂ ഇയർ ആണ്, ഇവിടെ അടി ഉണ്ടാക്കരുത് നിങ്ങൾ പ്ലീസ്. ഒരു മിനിറ്റ്, എനിക്കിത് പറഞ്ഞേ പറ്റൂ. സാറിന് എന്നെ ഓർമ്മയുണ്ടോ? സാർ ഓർമ്മയുണ്ടോ? ഇല്ലല്ലേ? എനിക്ക് ഓർമ്മയില്ല. ഓർമ്മയില്ല? ഞാൻ പറയാം. ഒരു 10 വർഷം മുന്നേ എന്റെ ആദ്യത്തെ TV ഷോയിൽ, എന്റെ ഏറ്റവും ആദ്യത്തെ TV ഷോയിൽ സാറായിരുന്നു എന്റെ ഗസ്റ്റ് ആയിട്ട് വന്നത്. ഞാൻ സാറിന്റെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്, സാറും ചിത്ര ചേച്ചിയും കൂടെ. അന്ന് എനിക്ക് സാറിനോടുള്ള ആരാധന മൂത്ത് ഞാൻ സാറിനോട് ഞാനൊരു ആഗ്രഹം പറഞ്ഞു. സാറിന്റെ ക്ഷണക്കത്ത് എന്ന് പറയുന്ന സിനിമയ്ക്കകത്തെ ആ രാഗം എന്ന് പറയുന്ന പാട്ടിലെ ആ എന്ന് പറയുന്ന ഭാഗം എന്നെ പഠിപ്പിക്കണമെന്ന്. ഇപ്പൊ ഓർമ്മ വരുന്നു. ഇതിൽ കൂടുതലൊന്നും പറയാൻ, ഇപ്പൊ കുറച്ച് സ്നേഹം ഉണ്ടായിരുന്നു. എന്നിട്ട് സാർ എന്നെ പാടിപ്പിക്കാൻ ശ്രമിച്ചു, നടന്നില്ല. കേൾക്കണം. സാർ അവസാനം പറഞ്ഞു, ഈ ആയിക്കാത്ത സംഗതികളൊന്നും വേണ്ട, റോക്കറ്റ് വിട്ട പോലെയൊക്കെ പാടിക്കോളാൻ. പക്ഷേ അത് കഴിഞ്ഞു 10 വർഷം കഴിഞ്ഞു, അത് അവിടെ തീരുന്നില്ല. ഞാൻ പാട്ട് പഠിച്ചു. ഓക്കെ, ഈ 10 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഇന്ദുചൂടൻ ശരത് സാറിന്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ് ഒരു കാര്യം പറയാനായിട്ട്. ഇന്നും എനിക്കത് പാടാൻ അറിയില്ല. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം. പ്ലീസ് കം ഓൺ അഗൈൻ. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. കഥയല്ലോടാ, കഥ. കഥ അവിടെ തീരുന്നില്ല സാറേ. അല്ല, അല്ലെങ്കിൽ വേണം, ഞാൻ പറയുന്നില്ല. നിങ്ങൾ നിർബന്ധിച്ചാൽ ഞാൻ പറയും. ഞാൻ നിർബന്ധിക്കുന്നു, പറയൂ. നിർബന്ധിക്കുന്നു. സത്യം പറഞ്ഞ ശരത് സാറിന്റെ മുന്നിൽ വെച്ച് ഞാൻ ഇത് പറയാൻ പാടില്ല. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഓടി അങ്ങ് പോകണം. എന്ത് തെറിയാണ്? അല്ലല്ല, ഞാന് ഒരു 2 ആഴ്ച മുന്നേ സ്വന്തമായിട്ട് ഒരു പാട്ട് പ്രോഗ്രാം ചെയ്ത് കമ്പോസ് ചെയ്ത് വേറൊരാളെ കൊണ്ട് പാടിച്ച് ഞാൻ റിലീസ് ചെയ്തു. അത് നല്ല കാര്യല്ലേ? അങ്ങനല്ല, പക്ഷേ സാറിന് അറിയാലോ എന്റെ ആയുടെ ഒരു ആയിട്ടൊന്നും ബന്ധമില്ലെന്ന് ചെയ്തില്ലേ, അത് വലിയ കാര്യമാണ്. വെരി ഗുഡ്, വെരി ഓൾ ദി ബെസ്റ്റ്. MG സാറിന് ഇവിടെ ഒരു അടി കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ന്യൂ ഇയർ ആയിട്ട് ഒരു വെടിക്കട്ട്. അല്ല, നന്ദിനി പറഞ്ഞു വരുന്ന വരവ് കാണുമ്പോ എന്തോ ഒരു സംഭവമാണെന്ന് ചോദിച്ചു. ഞാനൊരു പാട്ട് കമ്പോസ് ചെയ്തെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ എനിക്കത് വലിയ സംഭവമാണ്, കാരണം സാറിനറിയാം എന്റെ പാട്ടിന്റെ ഒരു ലെവല്. അതിലൊന്നും കാര്യമില്ല, കമ്പോസ് ചെയ്യുന്ന വേറെ കാര്യമുണ്ട്. പല മ്യൂസിക് കമ്പോസേഴ്സും അവരുടെ ഇൻസ്ട്രുമെന്റ് വായിച്ച് കേൾപ്പിക്കുകയാണ്. പാടാൻ അറിയാത്ത ഒരുപാട് പേരുണ്ട്, എന്നാൽ നന്നായിട്ട് പാടുന്നവരും ഉണ്ട്, അല്ലേ? ശരസാറിന്റെ പോലെ. അതെ, എങ്ങനെ ഉണ്ടായിരുന്നു സാർ? നമുക്ക് വേണം അങ്ങനെ തന്നെ പാടും. അല്ല, എനിക്ക് അങ്ങനെ പറ്റിപ്പോയെന്ന് പാടിയപ്പോ പെട്ടെന്ന് ഇത് ഓർമ്മ വന്നോ സാർ? ഇവിടെ ഇവക്ക് പാട്ട് പഠിപ്പിച്ചതിന് ശേഷം അങ്ങനെ ആയത്. സാറ് പാടിത്തരും. നന്ദിനി നിക്ക്, സാറ് പാട്. സാർ ആദ്യം. ഓക്കെ, ബൈ. ഒന്ന് എല്ലാം പറഞ്ഞ പോലെ താങ്ക് യു. നിങ്ങളെല്ലാവരും കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, അപ്പോ രാഹുലിന്റെ പെർഫോമൻസ് കഴിഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്ക് ഒറ്റ പെർഫോമൻസ് ഈ ഒരു എപ്പിസോഡിലുള്ളൂ എന്ന്. അതെ, അപ്പൊ നമുക്ക് ബാക്ക് ടു സെലിബ്രേഷൻ. മഞ്ജരി ചേച്ചി, ഒരു പാട്ട്. DJ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. DJ നന്ദിനിയുടെ അടുത്ത് നിന്നിട്ടാണോ ഞാൻ പാടേണ്ടത്? യെസ് ചേച്ചി, ഞാൻ ക്ലാസ് വെക്കും. എന്നാ പിന്നെ നന്ദിനി കൂടെ ക്ലാസ് അങ്ങ് വെച്ചോ.
അപ്പൊ പരസ്പരം വെക്കാം, കാണണ്ടല്ലോ. എങ്കിൽ ഞങ്ങൾക്ക് കൂടെ 2 ഗ്ലാസ് താ. ഓക്കെ ചേച്ചി. ഒരു അന്ധവിദ്യാലയത്തിൽ ഇരിക്കുന്നോണ്ട് ഇരിക്കുക. ശരത് സർ, MG സർ, അപ്പം ന്യൂ ഇയർ ആഘോഷമായിട്ട് യെസ്, ഞാനും ഒരു പാട്ട്. All the best. Okay, very good. Yes, തകർക്ക്, come on. തകർക്ക്, തകർക്ക്. പടച്ചോന്റെ പ്രാവ് തോൽക്കും ഫരീദയാണോ മുത്തുമ്മാന്റെ മോളെ മുത്തം വെച്ച തങ്കമേ കിതാബിലെ കാണും മുംതാസിന്റെ പൈതലേ കെട്ടിപ്പട്ട് തഫമുട്ട് മുപ്പനയും ഒരു കണം സൽക്കാരം നടത്താൻ ഈ മനസ്സിന്റെ മണിമുറ്റത്തിരിക്കുന്ന കുറുമ്പുള്ള പവിഴ കിളികളെ പറക്കണം താമര കുരുവിക്ക് തട്ടമിട് തങ്കക്കിനാവിന്റെ കമ്മലിട് അരിമുള്ള കഴുത്തിൽ ഏലസിട് സുറുമ കണ്ണിണയിൽ സൂര്യനിട് താമര കുരുവിക്ക് തട്ടമിട് തങ്കക്കിനാവിന്റെ കമ്മലിട് അരിമുള്ള കഴുത്തിൽ ഏലസിട് സുറുമ കണ്ണിണയിൽ സൂര്യനിട് വരണുണ്ടേ വിമാന ചിറകിൽ സുൽത്താൻമാർ ഒത്തൊരുമിച്ചിരിക്കാൻ ആരാണാ ബീവി ഇതിലാരാണാ ഹൂറി ആരാണാ ബീവി ഇതിലാരാണാ ഹൂറി കബൂലാക്കി വാഴ്ത്തിടേണം കിനാവൊത്ത പെൺമണി മുനീറൊത്ത വന്ദനാവാം വിരുന്നുകാരൻ കെട്ടാക്കിസ് പാട്ടായി പലേ കിസ്സയോദണം റംസാൻ നിലാവായി റുമാലൊന്ന് തൊട്ടിടം ചളപ്പം കൊടുത്തുള്ള മച്ചകത്തെ വാതിലട ചച്ചാര കൊടുത്താൽ അരിമുല്ല കൊടി കൊണ്ട് വിരിയിട്ട കട്ടുമൂല കോലക്ക് കിലുങ്ങുമ്പോൾ കിലുങ്ങണം താമരക്കുരുവിക്ക് തങ്കക്കിനാവിന്റെ അരിമുല്ല കഴുത്തിൽ സുറുമ കണ്ണിണയിൽ വരണുണ്ടേ വിമാന ചിറകിൽ സുൽത്താൻമാർ ഒത്തൊരുമിച്ചിരിക്കാൻ ആരാണാ ഇതിലാരാണാ ആരാണാ ബീവി ഇതിലാരാണാ ഹൂറി ലലലലാ 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 ചേച്ചി Yes, darling. Wonderful, wonderful, മഞ്ചരി. Thank you. അല്ലല്ല, അല്ലല്ല, ഞാനൊരു കിതപ്പ് മാറിയിട്ടില്ലേ ഇപ്പൊ ഡാൻസ് കളിച്ചിട്ട്? അല്ല ഉഗ്രമായിട്ട് ഡാൻസ് ചെയ്യും മഞ്ചരി. വണ്ടർഫുൾ, സൂപ്പർ. അതല്ല എന്ത് രസമായിട്ട് ചെയ്തു. അത് മാത്രമല്ല മഞ്ചരി മഞ്ചരി ഇങ്ങനെ സെറ്റപ്പിൽ ഞാൻ ഡാൻസ് ആദ്യമായിട്ട് മാത്രമല്ല, ആക്ഷൻസ് അതാ ഇങ്ങനെ ബോധം കെട്ടൊക്കെ വീഴുന്ന ആക്ഷൻ ഒരു ഇങ്ങനത്തെ ഒരു സാധനമൊക്കെ. ചേച്ചി സൂപ്പർ. വണ്ടർഫുൾ, വണ്ടർഫുൾ, സൂപ്പർ. നമ്മളുടെ ഇടയിലൊക്കെ വന്ന് ചേച്ചി നമ്മളുടെ കൂടെ ഡാൻസ് കളിച്ചു. താങ്ക് യു. എല്ലാ പ്രേക്ഷകർക്കും ഇപ്പൊ തന്നെ ന്യൂ ഇയർ വിഷസ് ഞാൻ അറിയിക്കുന്നു. സർ ഇനി വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. 12 മണിയായ 2026. അപ്പൊ ആ കുറച്ച് സമയം നമ്മുടെ എപ്പിസോഡ് തീരാൻ ഇനി കുറച്ച് സമയമുണ്ട്. അതെ. പക്ഷെ നമ്മൾ അങ്ങ് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. പിന്നെ അപ്പൊ അല്ലാതെ. ഒന്നിച്ച് ലാസ്റ്റ് എല്ലാവർക്കും കൂടെ അടിച്ചു പൊളിക്കണ്ടേ? പിന്നെ അല്ല. അപ്പൊ ചേച്ചി MG സർ ബാ ജോയിൻ ചെയ്. ഓടി വാണ. അപ്പോ സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ 2025 ദാ ഇവിടെ അവസാനിച്ചു. ഇനി 2026 നമുക്ക് കാണാം. അപ്പോ എല്ലാവർക്കും 2025 അടിപൊളി ആയതുപോലെ തന്നെ ഇനി 2026 എല്ലാവരുടെയും ലൈഫിൽ അടിപൊളിയായി തന്നെ ഇരിക്കട്ടെ. അപ്പൊ നമ്മളിതാ തകർക്കാൻ പോവാണ്. റെഡി? ഓക്കേ. DJ നന്ദിനി.
നാട്ടുകളരി കച്ചമുറുക്കണ പാഴ്പ്പയറ്റടി പൂഴിക്കടകൻ ചാടിക്കെട്ടി വരമ്പരി വെട്ടി തോതിര കടകമുടിയും തടയും താളം കടകൻ താളം കോമരങ്ങൾ കൊടിയുണ്ടേ പഞ്ചമദ്യപ്പുവിലുണ്ടേ കോമരങ്ങൾ കൊടിയുണ്ടേ പഞ്ചമദ്യപ്പുവിലുണ്ടേ സതിരുണ്ടേ സംഗീത ശിരോമണി തങ്കവേലുവയ്യങ്ക തില്ലാന മോഹനാമ്പ ഒരു പൊയ്ക്കാൽ കുതിരമേൽ തനിച്ചിരുന്നുറങ്ങുന്ന വെങ്കിടേശ. എന്റെ അണ്ണാച്ചി. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ആഘോഷങ്ങൾ ഇതാ കോമഡി മാസ്റ്റേഴ്സിലേക്ക്. അപ്പൊ എലീന ചേച്ചി പിടിച്ചോ.